ആമേൻ. വേഗം നമ്മൾ ദൈവവചനം ധ്യാനിക്കാൻ പോവുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ആ വാക്യം എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചത്തിലൊന്ന് വായിച്ചേ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഒന്നുകൂടെ പറഞ്ഞോ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ ആയിരിക്കുന്നു. ഈ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ അതിനെ പൊതുവിൽ 4 നിലകളിൽ നമ്മൾ തിരിച്ചറിയണം. 1, വാക്കു കൊടുക്കുക. 2, ആശ കൊടുക്കുക. 3, പ്രതീക്ഷയ്ക്ക് വക നൽകുക. 4, പ്രതിജ്ഞ ചെയ്യുക. ഇതാണ് അതിൻ്റെ പൊതുവിലുള്ള ഒരു ചെറിയ വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് വാക്ക് തന്നെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നമുക്ക് ആശ തന്നെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നമുക്ക് പ്രതീക്ഷ നൽകി എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നമ്മോട് പ്രതിജ്ഞ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. ഞാൻ ആ പ്രോമിസ് എന്ന വേർഡിനെ ഇങ്ങനെ പഠിച്ചപ്പോൾ, പ്രോമിസ് എന്ന വേർഡ് എപ്പാൻഗേലിയ എന്ന പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് 4 അർത്ഥങ്ങളുണ്ട് പൊതുവെ. 1, നിശ്ചയം. 2, ഉടമ്പടി. 3, കരാർ. 4, അംഗീകാരം. അപ്പം ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടൊരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. ദൈവം നമ്മോട് ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. വാഗ്ദത്തം കേട്ടവരെല്ലാം കരമുയർത്തി ഒന്ന് പിടിച്ചേ. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളോടൊരു കരാറിലാണ്. ദൈവം നിങ്ങളോടൊരു ഉടമ്പടിയിലാണ്. ഈ വാഗ്ദത്തം പൊതുവെ 2 നിലകളിലാണ് നൽകുന്നത്. 1, അത് വ്യക്തികൾക്ക് നൽകും. നമുക്ക് അത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ദൈവം സാറയോട് വാഗ്ദത്തം ചെയ്തു. ദൈവം ഇസഹാക്കിനോട് വാഗ്ദത്തം ചെയ്തു. ദൈവം യാക്കോബിനോട് വാഗ്ദത്തം ചെയ്തു. ഇനി പേര് പറയാൻ പറ്റത്തില്ല. പഴയ നിയമത്തിൻ്റെ പിതാക്കന്മാരോടെല്ലാം ദൈവം വാഗ്ദത്തം ചെയ്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ദൈവം വാഗ്ദത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും. അപ്പം ദൈവം വ്യക്തികളോട് സംസാരിക്കും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ സംസാരിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞാൽ, സിജോ ഇവിടെ ഒരു ചെയർ ഇട്ടിരിക്കുകയാണ്, കുറച്ച് സൗകര്യമായിരുന്നു. നിങ്ങൾ സംസാരിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് സംസാരിക്കും. കേട്ടില്ലെന്ന് തോന്നുന്നു. വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കണമെന്ന് കർത്താവ് പറഞ്ഞാൽ, F മേജർ, വ്യക്തിപരമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കും. ഞാനത് ചുമ്മാ പറഞ്ഞല്ല, നമ്മൾ അങ്ങനല്ലേ പാടുന്നു. അരുൾക അരുൾക ഞാൻ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ. ഒന്നുകൂടെ പാടിക്കേ. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ. ഒന്നുകൂടെ പാടിക്കേ. അരുൾക അരുൾക പാടിക്കേ. അരുൾക ഞാൻ കർത്താവേ കർത്താവേ. 2 കരങ്ങളും ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞ്, ഞാനും എൻ്റെ തലമുറയും ഇതുവരെ കേൾക്കാത്തത് എന്നോടൊന്ന് പറയാമോ കർത്താവേ? ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ കേൾക്കാത്തത്, എൻ്റെ മിനിസ്ട്രി ലൈഫിൽ കേൾക്കാത്തത്, എൻ്റെ കുടുംബജീവിതത്തിൽ കേൾക്കാത്തത്, എൻ്റെ തലമുറയുടെ മുൻപിൽ അങ്ങ് പറയാത്ത ഒരു പുതിയ ദൂത്
ഒരു പുതിയ വാഗ്ദത്തം അങ്ങ് എന്നോടൊന്ന് സംസാരിക്കണമേ. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സത്യമാണെങ്കിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ. കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ ഒന്നുകൂടെ പാടിക്കേ. കർത്താവേ, ഓ റബ ശകതന ഗടഗദ രാധന ധന 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 ധന. ഞാൻ നിങ്ങളോട് പറയാം, സ്പോണ്ടേനിയസ് ആയിട്ട് ദൈവിക പദ്ധതികൾ രൂപപ്പെടും. നോഹ പെട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങി അവിടെ ഒരു യാഗം കഴിച്ച് അതിന്റെ സൗരഭ്യം സ്വർഗത്തിൽ ചെന്ന സ്പോട്ടിൽ ദൈവം പറയുക, ഇനിയും ജലപ്രളയം കൊണ്ട് ഞാൻ ഈ ജനത്തെ നശിപ്പിക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ സെക്കൻഡിൽ ചിലപ്പോൾ ചില ദൈവിക അരുളപ്പാടുകൾ, വാഗ്ദത്തങ്ങൾ പെട്ടെന്ന് രൂപപ്പെടും. നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ തുടങ്ങും. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥന എന്നോട് സംസാരിക്കാൻ പറ. ആമേൻ. നിങ്ങളൊരു കാര്യം അറിയണം, ഈ വാഗ്ദത്തം ഇസ്രയേലിന് മാത്രമുള്ളതായിരുന്നു. ഞാനത് പറയുന്നത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 9:4 നോക്കി. അവർ ഇസ്രയേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ആ വാക്യം മോനെ കാണിച്ചോ. റോമർ 9:4 അവർക്കുള്ളതായിരുന്നു വാഗ്ദത്തം. ആ വാക്കുണ്ടോ? അവർക്കുള്ളവ വാഗ്ദത്തങ്ങൾ, അവർക്കുള്ളവ. ജീസസ്. പക്ഷെ കർത്താവ് അത് പൊളിച്ചു. പൗലോസ് പറയുന്നു ഇതൊരു വലിയ മർമ്മമാണ്. എഫേസ്യ ലേഖനം 3:3 പറയുക, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു. ആ മർമ്മം 5 ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടു വന്നതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. എന്താ മർമ്മം? 6 അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും. ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് പറ. വാഗ്ദത്തത്തിൽ നേരത്തെ ഇത് ആർക്കായിരുന്നു? ഇസ്രയേലിനായിരുന്നു. ഇപ്പൊ ക്രിസ്തുവേശുവിലേക്ക് വന്നപ്പോ എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, ഇൻ ക്രൈസ്റ്റ്. വാ തുറന്നൊന്ന് പറഞ്ഞേ, ഇൻ ക്രൈസ്റ്റ്. പറ ഉച്ചത്തിൽ പറ, ഇൻ ക്രൈസ്റ്റ്. അത് വിശദീകരിക്കേണ്ട പദമാണ് ഇൻ ക്രൈസ്റ്റ്. പക്ഷെ നമുക്ക് സമയം പോരാ. ഇൻ ക്രൈസ്റ്റ്. നമുക്ക് വന്ന എല്ലാ നന്മകളും ഇൻ ക്രൈസ്റ്റിലാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ക്രിസ്തുവിൽ ആയാൽ പുതിയ സൃഷ്ടി. അടുത്ത വാക്ക്, പഴയത് കഴിഞ്ഞുപോയി. ഇപ്പൊ ഇവിടെ വാഗ്ദത്തം ഇസ്രയേലിന് മാത്രം ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മളിലേക്ക് വന്നു. അതെങ്ങനെ വന്നെന്നറിയോ? ക്രിസ്തുവേശുവിൽ. നമ്മളിപ്പോ വാഗ്ദത്തത്തിൽ പങ്കാളികളാ. എനിക്ക് ഓരോ വേർഡുകളും പൗലോസിന്റെ വേർഡ് പ്ലേയിങ്ങുകൾ ഭയങ്കര. ആ വാക്കുകൾ കണ്ടോ? ഏക ശരീരസ്ഥർ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞു എന്നാ? ആരുമായിട്ട്? ക്രിസ്തുവുമായിട്ട്. അവിടുന്ന് തലയാണ്, ഈ ശരീരത്തിന്റെ തലയാ. നമ്മളിപ്പോൾ ആ ശരീരത്തിന്റെ അംഗങ്ങളാ. ആർക്കാണ് വലിപ്പം? ഇന്നലെ ബാബുച്ചെറിയാൻ പാസ്റ്റർ പറഞ്ഞു 6.25 അടി പൊക്കമുണ്ട് ജോസ് പാസ്റ്റർക്ക്. സ്തോത്രം. ഒരുപക്ഷെ ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നാൽ 1/2 അടി കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉയരത്തിൽ കൂടുതലും കുറവും നിറത്തിൽ വ്യത്യാസമൊക്കെ കാണാം. പക്ഷേ ക്രിസ്തു എന്ന ആ തലയായവൻ്റെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഏക ശരീരസ്ഥരായി വാഗ്ദത്തത്തിൽ പങ്കാളികളായി. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പാടാമെന്ന്. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇതിനിപ്പം നമ്മൾ അവകാശികളാണ്, നമ്മൾ അംശികളാണ്. ഇനി ഞാൻ ഈ വാഗ്ദത്തത്തിൻ്റെ പൊതു വിശദീകരണം പറയാം, പൊതു വിവരണം പറയാം. ഈ വാഗ്ദത്തത്തിൻ്റെ പൊതു വിവരണം എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെയും ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെയും വെളിപ്പെടുത്തലാണ്.
ഒരു വാഗ്ദത്തം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, വ്യക്തിപരമായോ കുടുംബപരമായോ സഭാപരമായോ ഒരു വാഗ്ദത്തം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ വെളിപ്പെടുത്തലാണ്, അത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഞാനത് വെറുതെ പറഞ്ഞതല്ലേ. എബ്രായ ലേഖനം 10:36 നോക്ക്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പൊ വാഗ്ദത്തം ദൈവ ഇഷ്ടത്തിന് അധിഷ്ഠിതമാണ്. അപ്പം നമ്മളോട് ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. ഇനി നിങ്ങൾ ഈ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ ഇഷ്ടത്തിൻ്റെ പ്രഖ്യാപനമാണ്. ആമേൻ. ഹിസ് ഡിക്രി ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഇത് ദൈവത്തിൻ്റെ ഡിക്രി ആണെന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു 6 കൂട്ടം കാര്യങ്ങൾ പറയും. ദൈവത്തിൻ്റെ ഡിക്രി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ തീരുമാനമാണ്. നമ്മളോട് പറഞ്ഞ എന്താ? ദൈവത്തിൻ്റെ തീരുമാനം. നമ്മളോട് പറഞ്ഞ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമ്മളോട് പറഞ്ഞത് ദൈവത്തിൻ്റെ ആജ്ഞയാണ്. നമ്മോട് പറഞ്ഞത് ദൈവത്തിൻ്റെ വിധിയാണ്. നമ്മളോട് പറഞ്ഞത് ദൈവത്തിൻ്റെ തീർപ്പാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാണ്. അത് പ്രാപിച്ച നമ്മൾ എന്തിനാ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഡിക്രിയെ റിസീവ് ചെയ്ത് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. ദൈവത്തിൻ്റെ ഡിക്രിയെ റിസീവ് ചെയ്ത് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടിയിട്ട് ചോദിച്ചേ, വാഗ്ദത്തം ദൈവത്തിൻ്റെ ഡിക്രി എന്തിനാ പേടിക്കുന്നത്? ഒന്ന് ചോദിച്ചു. വാഗ്ദത്തം ദൈവത്തിൻ്റെ കമൺ വാഗ്ദത്തം ദൈവത്തിൻ്റെ ഡിക്രിയാണ്. ഈ ഡിക്രി നമ്മുടെ മേൽ വീണിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഡിക്രിയെ കുറിച്ച് 1-2 വാക്യങ്ങൾ പറയാമേ. ഞാൻ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ പോരാ. ഞാൻ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ പോരാ. ഞാൻ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ. ഈ പിള്ളേരെ ബാബേലിൽ പോറ്റാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ നിന്റെ തീച്ചൂള പോരാ അവരെ കത്തിക്കാൻ. എടാ, നീ ചൂളയ്ക്ക് 7 മടങ്ങ് ചൂട് കൂട്ടിയാൽ 4-മനായി കർത്താവ് ഇറങ്ങി വന്ന് അതിന്റെ ബലത്തെ കെട്ടും. ഞാനിത് പറയുമ്പോൾ ഭയങ്കര നിയോഗം ഇതിനകത്ത് ചലിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ എനിക്ക് ആ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആമേൻ. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതരം പൂട്ടി മൗനമായി ഇരിക്കാതെ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തോ. നെബൂഖദ്നേസറിന്റെ തീക്ക് നിന്റെ പ്രാണനെ തൊടാൻ പറ്റത്തില്ല. അവിടെ തീയുടെ ബലത്തെ കെടുത്തുന്ന ആമേൻ 4-മത്തെ ആളത്വം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ചില കുടുംബങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയാം. വലിയ തീ കണ്ടിട്ടാ നീ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഇവിടെ തീ കത്തുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ തീ കത്തുന്നുണ്ടായിരിക്കാം, പക്ഷെ തീയുടെ ബലം തീയുടെ നാശത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആ തീയുടെ ബലമാണ്. ആ ബലത്തെ ഒരുമിച്ചൊന്ന് ആരാധിച്ചോ. ഈ രാത്രി ഇവിടെ ആരാധന ഉയരുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് കത്തുന്ന ചില തീകളുടെ ബലം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കേട്ടപ്പെടുന്നു. ചില തീയുടെ ബലങ്ങൾ അഭിഷേകത്തിൽ ഒന്ന് ആരാധിച്ചോ. നിന്നെ തൊടാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പരിസരം മറന്ന് ആരാധിച്ചോ. ദാനിയേലേ, ആമേൻ. നെബൂഖദ്നേസർ മാറിയാലും ബെൽശസ്സർ മാറിയാലും ദാര്യാവേശ് മാറിയാലും നിന്നെ നിർത്താൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സിംഹത്തിന് തൊടാൻ പറ്റത്തില്ല. അതാ പറഞ്ഞ് ഞാൻ നിർണയിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ച് ഇത് ദൈവത്തിന്റെ ഡിക്രിയാണ്. ചില നിരാശയുടെ മേലാടകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില വ്യക്തികളിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ചിലരുടെ ചിന്തകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ഇനി പുറത്തു വരത്തില്ലെന്ന് ചിന്തിക്കുന്ന ചിന്തകൾ കർത്താവ് എന്നോട് പറയുന്നു. ചില മരണഭീതികൾ, മരിക്കുമെന്നുള്ളത് നിന്റെ ചിന്തയാ, ദൈവത്തിന്റെ ഡിക്രി അല്ല. ഈ രാത്രി ചില മരണത്തിന്റെ ഭയങ്ങള് ദൈവത്തിന്റെ ആത്മാവ് പൊളിക്കുന്നു.
100-ാമത്തെ വയസ്സിൽ 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ അടുക്കൽ മമ്രയുടെ തോപ്പിൽ ദൈവം ഇറങ്ങിത്തിട്ട് പറയും, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ വരും, നിന്റെ ഭാര്യ നിനക്കൊരു മകനെ പ്രസവിക്കും. ഇന്നത്തെ അബ്രഹാംമാർ വരുവാണ് ഈ ഗൂഗിളിൽ നോക്കും, 99-ാമത്തെ വയസ്സിൽ പിള്ളേരുണ്ടായിട്ടുണ്ടോ, 90-ാമത്തെ വയസ്സിൽ പ്രസവിച്ചിട്ടുണ്ടോ. അപ്പൊ ഗൂഗിൾ പറയും, ഇന്ന് AI-യുടെ കാലമാണല്ലോ, അപ്പൊ AI പറയില്ല ഇല്ല. അപ്പൊ ഇന്നത്തെ അബ്രഹാംമാർ സാറയൊക്കെയാണ് പറഞ്ഞത്, ദൈവമേ തള്ളല്ലേ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ, അങ്ങനെ പറഞ്ഞ് മനുഷ്യനെ ആശിപ്പിക്കല്ലേ. എടാ, പറഞ്ഞത് കർത്താവാണെങ്കിൽ. ശരീരം നിർജീവമാണ്, ചത്തത. നിർജീവം എന്ന് പറയുമ്പോൾ ചത്തത സംഗതി. ആകപ്പാടെ ഗുരുതരമാണ്. ശരീരം ചത്തത, പക്ഷെ പറഞ്ഞത് കർത്താവാണെങ്കിൽ, പറഞ്ഞത് കർത്താവാണെങ്കിൽ, ഓ വിശ്വസിക്കുന്നവരുണ്ടെങ്കിലോ രാമേ പറ. അതാ ഞാൻ പറഞ്ഞ, ദൈവത്തിന്റെ ഡിഗ്രി മാത്രമല്ല, ദൈവത്തിന്റെ ആക്ഷനും അതിന്റെ മേലുണ്ടാകും. ഈ യോഗം തുടങ്ങിയപ്പോൾ ഈ ഹോളിന് പരിസരത്തൊക്കെ വട്ടം കറങ്ങി നിന്ന ചില പൈശാചിക മണ്ഡലങ്ങളൊക്കെ എലി പോലെ വിട്ടിട്ടുണ്ട്. ഇത്രയും ജനം ആത്മാവിൽ അധികാരത്തോടെ പ്രസ്താവിച്ചു തുടങ്ങുമ്പോൾ, ദൈവവചനത്തെ ആത്മാവിൽ റിസീവ് ചെയ്യുമ്പോൾ പുലി പോലെ നിന്നതൊക്കെ എലി പോലെ പോകുന്നത് കാണാൻ പറ്റും. ഓ ഘടകന, നിങ്ങൾ ഒരിക്കൽ കൂടി പറ, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞതിൽ എനിക്ക് സംശയമില്ല. ഓ ജീസസ്. ഞാൻ അതിന് ധൈര്യത്തിന് വേണ്ടി ചില വാക്കുകൾ പറയാമേ. ഉൽപ്പത്തി പുസ്തകം 21:1. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ദർശനമുണ്ട്. വിസിറ്റേഷൻ പറ എന്നാ, ഒന്നുകൂടെ പറ. കർത്താവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വിസിറ്റേഷൻ ഉണ്ട്. അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ദർശനമുണ്ട്. സന്ദർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിവർത്തീകരണമുണ്ട്. ഇന്നലെ അതാ നമ്മൾ കേട്ടത്. മോശെ കർത്താവ് വിളിക്കുക, നിന്നെ ന്യായാധിപതിയും കർത്താവുമാക്കിയത് ആരാണ് എന്ന് ചോദിച്ചവരുടെ നടുവിൽ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ ന്യായാധിപതിയും കർത്താവുമാക്കി അയക്കാൻ പോവാ. നിന്നെ പരിഹസിച്ച് പറഞ്ഞതാ, പക്ഷെ അത് നിന്റെ വിടുതലിനും നിന്നെ ആക്ഷേപിച്ച് പറഞ്ഞതാ, നിന്നെ കുത്തി മുറിവേൽപ്പിക്കാൻ പറഞ്ഞതാ, പക്ഷെ അത് നിന്റെ വിടുതലിന് മാധ്യമമാക്കി ദൈവം മാറ്റാൻ പോകുക. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, നിന്നെ പരിഹസിച്ച് പറഞ്ഞതാ, പക്ഷെ അത് നിന്റെ വിടുതലിന്റെ സാധ്യതയാക്കി ദൈവം തിരിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് അടിച്ച് ആത്മാവിൽ കർത്താവിനെ ഒന്ന് അന്യഭാഷയിൽ ആരാധിച്ചാട്. ഓ, നസ്രയത്തുകാരി മറിയെ കർത്താവ് തൊട്ടു. ഓ, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടത് 30 വർഷത്തിന് ശേഷം. അതിനു മുൻപ് നസ്രയത്തുകാരി മറിയെ കർത്താവ് തൊട്ടു. നസ്രയത്തുകാരൻ യോസഫിനെ ദൈവം തൊട്ടു. ആമേൻ. അവര് മിസ്രൈമിലൊക്കെ പോയെങ്കിൽ തിരിച്ച് നസ്രയത്തിൽ വന്നു പാർത്തു. ഇപ്പൊ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? എടാ, ഇവൻ അറിയത്തില്ല, ഇവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള ഒരു പ്രവചനം, ഒരു ദൂത് കാലഘട്ടത്തിന്റെ അപ്പുറത്ത് വീണിട്ടുണ്ട്. നിങ്ങൾ ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും ശരി, ഈ ദൈവശബ്ദം ഉള്ളത് കൊണ്ട് നസ്രായൻ എന്നവൻ വിളിക്കപ്പെടും. യോഹന്നാൻ 7 പുരോഹിതന്മാർ തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നീയും ഗലീലക്കാരന് പരിശോധിച്ച് നോക്ക്, നസ്രത്തിൽ നിന്ന് ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. അവരുടെ പാരമ്പര്യത്തിനകത്ത് ഗലീലയെ കുറിച്ചൊരു പ്രവചനമില്ല. പ്രവചനമെല്ലാം ബേത്ലഹേമിനെ കുറിച്ചാണ് കിടക്കുന്നത്. പക്ഷെ ഇപ്പുറത്ത് പറയുക, ഒരു പ്രവചനം ആ വിധത്തിൽ കിടക്കുക, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. 30 വർഷത്തിന് മുമ്പ് കർത്താവ് കാര്യങ്ങൾ ചെയ്തു. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, നിങ്ങൾ ദൂത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ദൂതിന്റെ പണി, ആ ദൂത് വീണ സമയം മുതൽ കർത്താവ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഓ, നിങ്ങൾ കാണുന്നില്ലെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നെന്ന്.
നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ വലിയ സ്ഫോടനങ്ങളൊന്നും കാണുന്നില്ല, വലിയ കാറ്റുകളൊന്നും അടിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. പക്ഷേ ആ വാഗ്ദത്തത്തിലേക്ക് നിന്നെ എത്തിക്കാനുള്ള കാര്യപരിപാടികൾ ദൈവം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ടല്ല ഒന്ന് സംഭവിക്കുന്നത്, ഒരു ദിവസം കൊണ്ടല്ല ഒന്ന് സംഭവിക്കുന്നത്. എന്തിയെ എന്റെ വാഗ്ദത്തം എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ കേട്ട ദൈവശബ്ദം എന്തിയേ? എന്താ എന്റെ ജീവിതത്തിന്റെ തകർച്ച? എന്താ എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാം, നിങ്ങൾ കാണുന്നില്ലതേ ഉള്ളൂ. അവൻ നസ്രത്തുകാരി മറിയെ തൊട്ടിട്ടുണ്ട്, നസ്രത്തുകാരൻ യോസഫിനെ തൊട്ടിട്ടുണ്ട്. 30 വർഷം കഴിയുമ്പോ വാഗ്ദത്തമായ യൂണിറ്റിയില്ല കേട്ടോ, വാഗ്ദത്തമായ യൂണിറ്റിയില്ല. യേശുവിന്റെ നാമത്തിൽ അതിന്റെ ഇടയിൽ കയറി സാത്താൻ കളിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ അകത്ത് വീഴുന്ന ചില നിരാശ, യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തത്തെ സംബന്ധമായി കിടക്കുന്ന നിരാശകളുടെ കെട്ടിനെ ഇന്ന് രാത്രി ദൈവസഭ ക്യാൻസൽ ചെയ്യുന്നു. ദൈവിക പദ്ധതികളെ ചോദ്യം ചെയ്യുന്ന നൂറുകണക്കിന് ചോദ്യങ്ങളെ, ദൈവിക പദ്ധതികളെ ചോദ്യം ചെയ്യുന്ന നൂറുകണക്കിന് ചോദ്യങ്ങളെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊളിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില സംശയങ്ങൾ പൊളിയട്ടെ, ചില ഉത്കണ്ഠകൾ പൊളിയട്ടെ, ചില ആകുലങ്ങൾ പൊളിയട്ടെ. ആരാധിക്കുവാൻ കഴിയുന്നവർ വചനത്തെ റിസീവ് ചെയ്ത് ആത്മാവിൽ ആരാധിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ. നീ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ കുഞ്ഞെ അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരുവാൻ. ഓ രാബാബാ ശഗദമന പരിസരം മറന്ന് ആരാധിച്ചോ, പരിസരം മറന്ന് ആരാധിച്ചോ. ഇത് യോഗത്തിന്റെ അവസാനത്തെ മിനിറ്റുകളാ. ഇത് മിണ്ടാതിരിക്കേണ്ട സമയമല്ല, ഇത് ആത്മാവിൽ പ്രതികരിക്കേണ്ട സമയമാ. അഭിഷക്തനെ നിന്റെ മിനിസ്ട്രി, അവൻ കുടുംബമേ നിന്റെ വിടുതൽ, നീ സംബന്ധമായി പുറപ്പാടുകൾ, അത് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ ചലനങ്ങൾ അദൃശ്യ മണ്ഡലത്തിൽ നടക്കുന്നു. ദൈവ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കുന്നു. ആകുലതകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ, എന്ത് എന്നുള്ള ചോദ്യങ്ങൾ മാറട്ടെ, 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 മാറട്ടെ. വാഗ്ദത്തങ്ങൾ വഴിയിൽ തന്നെയുണ്ട്. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുകയാണ്. അത് സമാപ്തിയിലേക്ക് വരുവാൻ, സമാപ്തിയിലേക്ക് വരുവാൻ